നമ്മൾ കണ്ടു പാകിസ്ഥാനിൽ ഈ ആക്രമണം നടത്തിയ കുറേ അവന്മാർ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ ന്യൂസും കാണണം. ഈ പറയുന്നവന്മാർ തന്തയില്ലാത്തവന്മാർ എവിടെയെങ്കിലുമൊക്കെ അജ്ഞാതരുടെ വാഹനം ഇടിച്ചോ അജ്ഞാതരുടെ കയ്യിൽ പെട്ടോ അങ്ങനെയൊക്കെ മരണപ്പെട്ടതായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ന്യൂസിലേക്ക് കാണാം. എന്ത് തന്നെയാണെങ്കിലും ഇവന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണല്ലോ ബാലാവകാശ കമ്മീഷൻ ഉള്ളതെന്ന് ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ കുടുംബത്തിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും പ്രതികരണം? അവന്മാരെ തൂക്കിലേറ്റുന്നവരെ പ്രതികരിക്കും അല്ലേ? ഈ പറയുന്ന അതായത് സ്വന്തം മകൻ കൊല്ലപ്പെട്ടിട്ടും അതിന് കാരണക്കാരനായത് ആരൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും വീഡിയോ അടക്കം തെളിവുകൾ കിട്ടിയിട്ടും അല്ലെങ്കിൽ കൊലയാളികളുടെ തന്നെ ശബ്ദ സന്ദേശങ്ങൾ ലഭിച്ചിട്ടും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്തൊരു നിയമ സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ അച്ഛനും അമ്മയും പോരാടുകയാണ് തൻ്റെ മകനെ കൊന്ന ആളുകൾക്കെതിരെയായിട്ട്. അപ്പോഴും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു കഴിവുമില്ല. അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇന്നേ വരെ നാളിതുവരെ DYFIയോ SFIയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോ യാതൊരു വാക്കും കമാന്ന് മിണ്ടിയിട്ടില്ല, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്?